നാം ജീവിക്കുന്ന ലോകം വിസ്മയങ്ങളുടെ കലവറ. നമ്മുടെ കണ്ണും കാതും തലച്ചോറും മറ്റും അതിസങ്കീർണം. പക്ഷേ അവയിലെ വിസ്മയത്തെ നാം അവഗണിക്കുന്നു. സയൻസ് എത്ര പുരോഗമിച്ചിട്ടും നമ്മുടെ കണ്ണിന് തുല്യമായ മറ്റൊന്ന് സൃഷ്ടിക്കാനായിട്ടില്ല. തലച്ചോറിനുള്ളത്ര കാര്യക്ഷമമായ ഓർമ്മ സംവിധാനം കൃത്യമായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു സംവിധാനങ്ങളെപ്പറ്റിയുള്ള സൂചനകൾ കാണുക. നീർക്കരടി എന്നും പേരുള്ള ടാർഡിഗ്രേഡിന് തിളയ്ക്കുന്ന വെള്ളത്തിലും മഞ്ഞുകട്ടകൾക്കുള്ളിലും സുഖമായി കഴിയാം. കടലിനടിയിലെ ഏറ്റവും കൂടിയ മർദ്ദത്തിൻ്റെ 6 ഇരട്ടി മർദ്ദമോ സ്പേസിലുള്ള ശൂന്യതയോ മനുഷ്യന് താങ്ങാവുന്നതിൻ്റെ 100 ഇരട്ടി ശക്തിയിലുള്ള ഗാമാ വികിരണമോ അതിനെ കൊല്ലുകില്ല. ആഹാരമോ വെള്ളമോ പോലും കൂടാതെ വർഷങ്ങളോളം ജീവിക്കും. ഇത്രയ്ക്കും സഹനശക്തിയുള്ള നീർക്കരടിയുടെ വലിപ്പം 1 മില്ലിമീറ്ററോളം മാത്രം. മനുഷ്യൻ പ്രകൃതിയിലെ ഏറ്റവും മികച്ച ജീവിയെന്ന് അഹങ്കരിക്കുമ്പോൾ ഇത്തരം അറിവുകൾ വിനയത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു തരും. ഒട്ടക പക്ഷിയുടെ കണ്ണിന് തലച്ചോറിനേക്കാൾ വലിപ്പമുണ്ട്. ഒട്ടകത്തിന് ഓരോ കണ്ണിലും 3 കൺപോളകൾ വീതം. നിറയെ പീളികളുള്ള 2 പോളകളും കാറിൻ്റെ വിൻസ്ക്രീൻ പോലെ മൂന്നാമതും ഇതിൻ വശങ്ങളിലേക്ക് നീങ്ങി വടിച്ചു നീക്കും. 3-ാം പോളയിലൂടെ കുറേശ്ശെ കണ്ട് മണൽക്കാട്ടിലും സഞ്ചരിക്കാം. ഓസ്ട്രേലിയയിലെ കങ്കാരു അമ്മമാരുടെ കാര്യത്തിൽ അത്ഭുതമേറെ. വയറിനുള്ളിൽ ഇരുവശങ്ങളിലായി 2 ഗർഭപാത്രങ്ങൾ, ഗർഭം ധരിക്കാൻ 2 പാതകൾ, പ്രസവിക്കാൻ നടുവിൽ 3-മതൊന്ന്. 30 ദിവസം വളർച്ചയാകുമ്പോഴേക്കും 2 ഗ്രാം തൂക്കവും 1/2 ഇഞ്ച് നീളവും മാത്രമുള്ള ശിശു അമ്മയുടെ വയറ്റിലുള്ള സഞ്ചിയിലേക്ക് കയറിച്ചെന്ന് താവളമടിക്കും. ഒരു വർഷത്തോളം അവിടെ വളർന്നതിനു ശേഷമാണ് കങ്കാരു കുഞ്ഞുങ്ങളായി പുറത്തു വരിക. ഈ സമയത്തെല്ലാം വീണ്ടും ശിശുക്കളുണ്ടായെന്നും വരാം. ചില അമ്മമാർ നിത്യഗർഭിണികൾ. ഹമ്മിങ് ബേർഡിന് പിന്നോട്ടും വശങ്ങളിലേക്കും പറക്കാം. മൂങ്ങയ്ക്ക് 270 ഡിഗ്രി വൃത്തത്തിൻ്റെ 1/4 പങ്ക് തല ചുറ്റി തിരിക്കാം. പക്ഷേ കണ്ണു തിരിക്കാൻ കഴിയില്ല. ജീവജാലങ്ങളിൽ ഇങ്ങനെ എത്ര വിസ്മയങ്ങൾ! ഭൂമിയിലെ എല്ലാ ബീച്ചുകളിലുമുള്ള മണൽത്തരികളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് ശാസ്ത്രജ്ഞന്മാർ. സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെന്റോസിയിലേക്കുള്ള ദൂരം 4 ലക്ഷം പ്രകാശവർഷത്തിലേറെ. ഇത്രയും പ്രപഞ്ചത്തിൻ്റെ തരി മാത്രമായ ഭൂമിയുടെ ഒരു മൂലയിരുന്ന് ഞാൻ ലോകത്തിലെ കെങ്കേകമെന്ന് വിചാരിക്കുന്നതിൽ കവിഞ്ഞ വങ്കത്വമുണ്ടോ? അനന്തമജ്ഞനാഥ വർണ്ണനീയം ഈ ലോകഗോളം തീയുന്ന മാർഗം. അതിലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മൃത്യൻ കഥയെന്തു കണ്ടു എന്ന് നാലപ്പാട്ട് നാരായണമേനോന്റെ വരിയും നമ്മെ ചിന്തിപ്പിക്കുന്നു. നമ്മുടെ പ്രയത്നം നിസ്സാരമെന്നല്ല സൂചന. ഉത്സാഹപൂർവം കർമ്മനിരതനായി വരദാനമായ മനുഷ്യജന്മം പരമാവധി പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. പക്ഷേ ചെറുവിജയങ്ങൾ നമ്മെ അഹങ്കാരികളാക്കരുത്. ഏതു കാര്യവും ശരിയായ അനുപാതത്തിൽ വിലയിരുത്താൻ നാം ശീലിക്കുക പ്രധാനം.